ഒരു അവസരമാണ് ജീവിതത്തിൽ. നമുക്ക് ഗുരു വേണം എല്ലാ സാധന സമ്പ്രദായങ്ങളിലും. അത് ഒരുപക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ തറവാടും സ്ഥാനവും അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഗുരുവെന്ന് മാത്രമേ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താനുള്ള വഴി നമുക്ക് തെളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരത്തെ വളരെ ഭംഗിയായി ഉപയോഗിക്കണം എന്ന് നിങ്ങളോട് ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് കർക്കിടക കഞ്ഞിയുടെ ചെറിയ രീതിയിലൊന്ന് എനിക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഇന്ന് നമ്മളിവിടെ പാകം ചെയ്ത അരി ഉത്തരകാമേഷ്ടി യാഗം നടത്താൻ വേണ്ടി ദശരഥ മഹാരാജാവ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് എന്റെ ഒരു അറിവ്. ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല, എങ്കിലും അതിരിക്കട്ടെ. ആ അരിയാണ് നവര അരി. അപ്പൊ ഇതിന്റെ ഗുണം ഔഷധം എന്നതിലുപരി ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്താൻ പോലും ഏറ്റവും ശ്രേഷ്ഠമായ അരിയാണ് നവര അരി. അത് ഔഷധമായി സേവിക്കുമ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇതിന്റെ ഗുണങ്ങൾ പറയണ്ടല്ലോ. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്നത് സാധാരണ നമുക്ക് വീട്ടമ്മമാർക്ക് അറിയാം, ചെറുപയർ, തുറുക്ക് ഗോതമ്പ്, ആജാലി, പിന്നെ അത്തരത്തിലുള്ള കുറച്ച് ധാന്യങ്ങൾ, അത്രേ ഉള്ളൂ. ഇതിൽ മറ്റൊന്നുള്ളത് നമ്മളൊക്കെ ഇപ്പൊ ടി വിയിലൊക്കെ കാണും, നിങ്ങളൊക്കെ ദശപുഷ്പം എന്ന് പറയും. അതിലൊരു 9 എണ്ണത്തോളം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോകാം. കറുകയുടെ മഹത്വം അറിയാലോ. കറുക സാധാരണ ഹോമത്തിനെടുക്കും. അതുപോലെ അതിന്റെ പാട്ടിപ്പിഴിഞ്ഞ് നീര് കുറിച്ച് കഴിഞ്ഞാൽ പനി പോകും. പൂവാൻ കുറുന്തല, മുയൽശ്ശേരിയൻ, അങ്ങനെ പോകുന്ന ഒരു 10 ഗുണങ്ങളാണ്. ഇതിന് ഒന്ന് ഇപ്പൊ ഒരവസരത്തിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇതൊക്കെ ഔഷധങ്ങളാണ്. അതുകൊണ്ട് മാതൃസമിതിയോടുള്ള ആളുകളോട് എന്റെ അനിയത്തി കൂടിയാണ് ഇവിടെ മാതൃസമിതി എന്ന് പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രീ പ്ലാനാണ്. ഒരിക്കലും ഇവിടെ വരുന്നോ നിങ്ങളെയൊക്കെ കാണുന്നോ പ്രതീക്ഷിച്ചതല്ല. പെരിയിൽ അന്ന് വരുമ്പോഴും ഒന്നും ഉണ്ടായിരുന്നില്ല, തിരിച്ചു പെരിയെന്ന് പോകുമ്പോഴും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒന്നുണ്ടായി, ഒരു തിരിച്ചറിവ്. അത് വലിയൊരു അറിവായിരുന്നു. ആ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് മാതൃസമിതിയുടെ അംഗങ്ങൾ എല്ലാവർക്കും മാതൃസമിതിയാണ്. ഇപ്പോ എന്റെ ഗുരുവിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഗൃഹവൈദ്യം. നമുക്കറിയാം ഇന്ന് ഭൗതികമായും ആത്മീയമായിട്ടും വളരെ കഷ്ടത്തിലാണ്. നല്ല ഭൗതിക സാഹചര്യമുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഷുഗർ പ്രശ്നം, ഒരു ഗതിയില്ലാത്തവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു. പക്ഷെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൈസയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആധ്യാത്മികമായി ഭൗതികമായി നിലനിർത്തണമെങ്കിൽ നമുക്ക് ഇത്തരം ഗുരുവിന്റെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് മാതൃസമിതിയോട് പറയുന്നു, പറ്റുമെങ്കിൽ ഇത്രയാൾ മതി. ഒരു ഗൃഹവൈദ്യത്തിന്റെ പഠനമായിക്കോട്ടെ. ഏതായാലും ഇന്നിവിടെ പറഞ്ഞല്ലോ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ്. ഏറ്റവും നല്ല ഔഷധം കഴിക്കുന്നു. ഇത് ഒരു ദിവസം കഴിക്കുന്നത് ഗുണമുണ്ടായില്ല, പക്ഷെ അത്രയെങ്കിലും കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലൊരു ശ്രദ്ധ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ആത്മീയമായ തലങ്ങൾ ഗുരുജി നിങ്ങളോട് പറഞ്ഞു തരും. മാതാജി പറയുന്നതായിരിക്കും. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഗുരുവിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നതാണ്. എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കാരണം ഇത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി പറയുന്നു. ഒരുപാട് ഗുരുക്കന്മാരെ കാണാനുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ ജനിച്ച സമയത്ത് ഭഗവാന്റെ വിശ്വരൂപം ഒരിക്കൽ കാണിച്ചു കൊടുത്തു. പിന്നീട് ഒരിക്കൽ അച്ഛനും അമ്മ ഇവിടെ വെച്ച് എന്താ പറയണ്ടത്, നമ്മുടെ പാണ്ഡവ സദസ്സിൽ വെച്ച് കാണിച്ചു. അന്ന് ഭഗവാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു സ്വന്തം അച്ഛനോടും അമ്മയോടും, എന്നെ നിങ്ങൾ പുത്രഭാവത്തിൽ കാണണം, അതേപോലെ ബ്രഹ്മഭാവത്തിൽ കാണണം. അപ്പൊ ഇവിടെ ഗുരു നമുക്ക് എല്ലാവരുടെ ഇടയിൽ വരുമ്പോ ഒരു പക്ഷേ നമ്മൾ അങ്ങനെ കണ്ടേക്കാം. കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളത് എടുക്കുന്നതിലാണ് പ്രധാനം. അതുകൊണ്ട് ഗുരുവിനെ കാണേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ കണ്ടാൽ അതിൽ ഓരോരുത്തർക്കും അത് അറിവായി വരും. അങ്ങനെ ഒരു അറിവുണ്ടാവട്ടെ, അതിനുള്ള അനുഗ്രഹം ഇവിടുന്ന് മാതാവ് തരട്ടെ. ഇനി ഒരുപാട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സ്ഥലവും കൂടിയാണ്. അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സമയമെടുക്കുന്നില്ല. ഈ വാക്കുകൾ ഗുരുവിന്റെ പാദത്തിൽ വെക്കുന്നു. ഇതിന്റെ ആത്മീയമായ വശങ്ങളെ കുറിച്ച് ഗുരുജി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അറിവില്ലായ്മ ഉണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് നേടിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്റെ മഹാഗുരുവിന്റെ കാരുണ്യമാണ്. ഗുരുവിനും എന്നെ ഈ ഭൂമിയിലേക്ക് ജന്മം നൽകിയ മാതാവിനും പിതാവിനും സർവോപരി എല്ലാവർക്കും അനുഗ്രഹ ആശിസുകൾ നേർന്നുകൊണ്ട്